ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് പറക്കും എന്ന് വിചാരിച്ച സ്ഥാനത്താണ് മാർക്കറ്റ് ഇന്ന് ഏകദേശം 150 പോയിൻറ്റോളം വീണിന് ശേഷം കുറച്ചൊരു റിക്കവറി നടത്തി. എന്താ മാർക്കറ്റ് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിനൊരു ഉത്തരമില്ല. കാരണം നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് ഒരു സംഭവമില്ല. എല്ലാം ഉള്ളത് പോസിറ്റീവാണ്. കാരണം ബാങ്കിൻ്റെ ബിസിനസ് ഔട്ട്ലുക്കുകളെല്ലാം നല്ല റിസൾട്ടുകൾ, നല്ല ഔട്ട്ലുക്കുകളാണ്. ഓക്കെ, വരുന്ന റിസൾട്ടുകളും നല്ലതാണ്. TCSൻ്റെ റിസൾട്ട് IT വന്നു, മോശമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഒരുവിധം ആവറേജ്, പിന്നെ ഈ മോശം കാലാവസ്ഥയിലും ഒരു ആവറേജ് റിസൾട്ടായിരുന്നു. അപ്പോൾ ഇന്ന് HCL ടെക്കിൻ്റെ റിസൾട്ട് വന്നു, ഇന്നലെ വന്നു. ഓക്കെ, നല്ല ഡീസൻറ്റ് പ്രോഫിറ്റായിരുന്നു. അവരുടെ പ്രോഫിറ്റ് അവർ നിലനിർത്തി, താഴെയൊന്നും പോയില്ല, നിലനിർത്തി. ബാക്കി കാര്യങ്ങളൊക്കെ അവർ കൂടുതലായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് പെർസിസ്റ്റൻ്റ് സിസ്റ്റത്തിൻ്റെ റിസൾട്ട് വന്നു. അതും ആവറേജ് റിസൾട്ടാണ്. വലിയ ബ്ലോക്ക് ബസ്റ്റർ എന്നൊന്നും പറയാനില്ലെങ്കിലും ഈ ഇപ്പോഴത്തെ മാർക്കറ്റിലും ഇപ്പോഴത്തെ IT അവസ്ഥ വെച്ചിട്ടും ഭേദപ്പെട്ട റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഇത് എന്തുകൊണ്ട് സാധനം താഴോട്ട് വരുന്നു? ഇന്നത്തെ നമ്മളുടെ ഫ്യൂച്ചറിൻ്റെ FISൻ്റെ പൊസിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും അവർ 93% ഷോർട്ട് സൈഡിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പം ഇത് ഒരൊറ്റ കാരണം കൊണ്ടാണ് മാർക്കറ്റിൽ ഇത്ര അൺസർട്ടനിറ്റി. എന്തുകൊണ്ട് ഇവർ ഇത്ര കുറേ കഴിഞ്ഞ 1-2 ആഴ്ചകൾ കൊണ്ട് ഇതിങ്ങനെ 93% തന്നെ ഇങ്ങനെ ഷോർട്ട് സൈഡിൽ തന്നെ ഇവർ നിൽക്കുന്നത് എന്തിനാണ് എന്ന്. അപ്പോൾ മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, മാർക്കറ്റിൽ ഒരു ഫിയറുണ്ട്. എന്താ ഫിയർ? മാർക്കറ്റ് ക്രാഷ് ആകുമോ എന്നൊരു ഭീതി മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റീറ്റെയിലേഴ്സൊക്കെ എന്ത് ചെയ്യും? അവർ പൊസിഷൻ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ പൊസിഷൻ എടുക്കത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാനൊക്കെ ശ്രമിക്കും. ഒരു പൊസിഷണൽ സൈഡിലേക്ക്, എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഒരു പൊസിഷണൽ സൈഡിലേക്ക് പോകുന്നില്ല, എൻട്രികൾ പോകുന്നില്ല, അല്ലെങ്കിൽ ഈ ബൈയോ സെല്ലോ പോകുന്നില്ല. അതാണ് മാർക്കറ്റിൽ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാരണം. എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇതാണ്. അപ്പം ഇപ്പോഴും ടോട്ടൽ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ലോങ് സൈഡ് തന്നെയാണ്. പക്ഷെങ്കിൽ ഈ 93% പ്രശ്നമാണ് എല്ലാവരെയും അലട്ടുന്ന. അപ്പോൾ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചിന്ത ഓടി വരുന്നത് എന്താണ്? അയ്യോ, അവർ ഇത്ര ഷോർട്ടാണല്ലോ, മാർക്കറ്റ് താഴെ പോകുമല്ലോ എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഓരോ പ്രാവശ്യം കയറുമ്പോഴും നമ്മൾ വിചാരിക്കും ഷോർട്ട് പൊസിഷൻ അഴിക്കും, ഇവിടുന്ന് ഷോർട്ട് കവറിങ് വരും, മേലോട്ട് പോകും എന്നൊക്കെ നമുക്കൊരു ചിന്ത വരാറുണ്ട്. പക്ഷേങ്കിൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഡേറ്റ നോക്കുമ്പം ഇത് തന്നെയാണ്. ശങ്കരൻ അഗൈൻ അവിടുത്തെ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞ പോലെ തന്നെ ആണ് സംഭവിക്കുന്നത്. അപ്പം ഇന്ന് ആക്ച്വലി മാർക്കറ്റ്, ഞാനും സത്യം പറഞ്ഞാൽ ഒരു അപ്സൈഡാണ് പ്രതീക്ഷിച്ചത്. ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് തന്നു. മാർക്കറ്റ് ഒരു 90-100 പോയിൻ്റൊക്കെ ഗ്യാപ്പ് അപ്പ് പ്രീ മാർക്കറ്റിൽ കാണിച്ചത്. അവസാനം ക്ലോസ് ചെയ്തപ്പോൾ കറക്റ്റ് 50 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് നമുക്ക് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് മുകളിലോട്ട് തന്നെ പോയത് അല്ലേ? മാർക്കറ്റ് അവിടുന്ന് മുകളിലോട്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, സാറേ ഇന്ന് പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്, സാറേ ഇന്ന് ഞങ്ങളവിടെ എൻട്രി എടുത്തു, സാറ് പറഞ്ഞില്ല ഇതിൻ്റെ മുകളിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് എവിടെയാണ് പാളിച്ച പറ്റിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, 50 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നല്ല രീതിയിൽ, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, ഈ വാക്കാൻ ചോദിച്ചു, നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകും, ഇല്ലെങ്കിൽ ഇത് തട്ടി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഈ വാചകമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രേഡ് അനലൈസ് ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ നോക്കിക്കേ, മാർക്കറ്റ് ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയി. ഞാൻ ഈ ക്യാൻഡിൽ ഇച്ചിരുന്നു, ആ ഫ്രെയിം ഇച്ചിരുന്നു വലുതാക്കി കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്ത് ചെയ്തു? വന്നു. ഇതൊരു ഇൻഡിസിഷണൽ ക്യാൻഡിൽ അല്ലേ? ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. എന്തുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് പഴമക്കാർക്ക്, കേട്ടവർക്ക് ആവർത്തന വിരസത തോന്നും, എങ്കിൽ പുതിയ ആൾക്കാർ പഠിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസ് ഇതിലുണ്ട്. അത് പ്ലേലിസ്റ്റാണ്, നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അത്
കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് വിജയിക്കാൻ പറ്റും, നല്ല ട്രേഡുകൾ നോക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ ഇതിൻ്റെ താഴെ ഇതിൻ്റെ അവസാനം ഈ എൻഡ് ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾ സ്ക്രീൻ തീരത്തില്ല, അപ്പോൾ അവിടെ എഴുതി കാണിക്കും ഒരു പ്ലേലിസ്റ്റ് അവിടെ ഉണ്ട്, പ്രൈസ് ആക്ഷൻ സീരീസ് എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പം ഈ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. കാരണം എന്താ, ഇവിടെ ധാരാളം പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്ന ക്യാൻഡിലാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, പി ഉള്ളവർ അവിടെ പി ബുക്ക് ചെയ്യും, സി ഉള്ളവർ സി ബുക്ക് ചെയ്യും, ചില സി ആഡ് ചെയ്യും, ചില അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും, ചിലർ ആവറേജ്, അങ്ങനെ ഭയങ്കര കോലാഹലമായിരിക്കും ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഇല്ലേ. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ഭയങ്കര കൂടുതൽ, നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ക്യാൻഡിൽ. അതിനുശേഷം രണ്ടാമത് അപ്പോൾ ഈ ക്യാൻഡിൽ നമ്മളങ്ങ് വിട്ടു. ഇത് തന്നെ ഇപ്പോൾ നോക്കിക്കേ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല രീതിയില്ല ഇല്ലേ, ഒരു ഇൻഡിസിഷണൽ ക്യാൻഡിലാണ്. ഇത് ഒരു ഇൻഡിസിഷണൽ ക്യാൻഡിലാണ്. ഓക്കെ, നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്, കുറച്ചിങ്ങോട്ട് പോയിട്ടുണ്ട്, എങ്കിലും ഏറെക്കുറെ താഴ്ന്ന റിജക്ഷനാണ് ഇല്ലേ. അതിനുശേഷം ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വീണു. നമ്മുടെ ഈ ട്രെൻഡ്, ഈ നമ്മുടെ സപ്പോർട്ട് 25,888 സപ്പോർട്ട് എടുത്ത് ഒരു ക്യാൻഡിലവിടെ ഫോം ചെയ്തു. ഈ ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ക്രൈറ്റീരിയ എന്തുവാ? നമ്മുടെ ക്രൈറ്റീരിയ എന്താ? 80%. ഓക്കെ, 75 മുതൽ 80% വരെ ഒരു ബോഡിയുള്ള ക്യാൻഡിലിനെ നമുക്ക് കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്കൊരു പൊസിഷൻ അവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലേ. അപ്സൈഡ് എങ്കിൽ അപ്സൈഡ്, ഗ്രീൻ ക്യാൻഡിലെങ്കിൽ അപ്സൈഡ്, റെഡ് ക്യാൻഡിലെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ലൈനിൽ വരണം, നമ്മൾ വരച്ച സപ്പോർട്ടിൽ വരണം. ആ സപ്പോർട്ടിൽ വേണം നമുക്ക് ആ ഒരു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യാൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്തിൽ ഈ പറഞ്ഞ 75 മുതൽ 80% വരെ ബോഡി ഉണ്ടോ ഈ ക്യാൻഡിലിന്? നിങ്ങൾ പറയൂ. ഇത് ഞാൻ ഇന്നും ഇന്നലെയും പറയുന്നതല്ല, എന്നും ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിയ അന്നത്തെ കാലം മുതൽ തന്നെ ഇത് എല്ലായിടത്തും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴമയുള്ളവർക്ക് നിങ്ങൾക്ക് അറിയാം, പഴമക്കാർക്ക് നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മുടെ നേരത്തെ എക്സിസ്റ്റിംഗ് സബ്സ്ക്രൈബേഴ്സിന് എല്ലാം ഈ കാര്യങ്ങൾ അറിയാം. പുതുതായിട്ട് ഉള്ളവർക്ക് മാത്രമാണ് ഈ പ്രശ്നം, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ എൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഇവിടെ ഒരിക്കലും ഒരു 75 മുതൽ 80% വരെ ബോഡി ഈ ക്യാൻഡിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇത് ഏകദേശം ഒരു 60%, ഒരു 50 മുതൽ 60% വരെ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ബോഡി. ശരിയല്ലേ നിങ്ങൾ പറഞ്ഞേ? 50% മുതൽ 60% വരെ മാത്രമേ ഉള്ളൂ ഇത് സാധനം. അപ്പോൾ നമുക്കിവിടെ ഒരു അത് മാത്രമല്ല, മോളിൽ വിക്ക് കൂടുതലാണ് ഇല്ലേ. മോളിൽ വിക്ക്, ഈ ബോഡിയുടെ അത്ര തന്നെ ഒരു വിക്കുണ്ട് ഈ ക്യാൻഡിലിന്. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ അടുത്ത വീണ്ടും ഇവിടെ തന്നെ ഒരു ക്യാൻഡിൽ, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു നല്ല ഫുൾ ബോഡിയോടെ ഒരു ക്യാൻഡിൽ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സി എടുക്കാം, ഉറപ്പാണ് ഒരു സി എടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ സി എടുക്കാൻ പറ്റും. നിങ്ങൾ തന്നെ പറയൂ നമ്മുടെ ക്രൈറ്റീരിയ, നിങ്ങൾ തന്നെ പറയൂ. നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക, ഈ ക്യാൻഡിൽ നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തോ ഇല്ലയോ നിങ്ങൾ പറയൂ. 70% ബോഡി ഉണ്ടോ ഇതിന്? ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ട്രേഡ് ഇല്ല. അതിനുശേഷം അവിടെ എന്താ സംഭവിച്ചത്? അതിനുശേഷം അവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു ഇല്ലേ, റെഡ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിതിനെ ഒരു റീടെസ്റ്റായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യും ഇല്ലേ. ഒരു റീടെസ്റ്റായിട്ട് നിങ്ങളിതിനെ കൺസിഡർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ. ചിലപ്പോൾ മാർക്കറ്റിൽ മേലോട്ട് പോയി ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് ഇവിടെ റിജക്ഷനോടുകൂടെ റീടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റോട് തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ധരിച്ച് ഒരു പക്ഷേ ഇവിടെ നിങ്ങൾ സി എടുത്ത് കാണും. ഇതിൽ സി ആരെല്ലാം എടുത്ത് കാണും. പക്ഷേ ഇത് റോങ് എൻട്രി ആണ്. ഈവൻ ഇതൊരു റീടെസ്റ്റ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇവിടെ സി എടുത്ത് കാണും. ഓക്കെ, അത് ഇപ്പോൾ റിസ്കി ട്രേഡറാണ്, അവർക്ക് റിസ്ക് എടുക്കുന്നവർക്ക് റിവാർഡ് കിട്ടും. അപ്പം അവരുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഇവിടെ ട്രേഡ് എടുത്തവർക്കെല്ലാം ഇതിൻ്റെ ഹൈ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ഇല്ലേ. ഈ പറയുന്ന ഈ ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കും സ്റ്റോപ്പ് ലോസ്. ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കില്ല ഇല്ലേ, ഇതായിരിക്കും നമുക്ക് സ്റ്റോപ്പ് ലോസ്. അപ്പം സ്റ്റോപ്പ് ലോസ് താഴെയുള്ള കാര്യം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. ഈ പറയുന്ന ഞാൻ ക്ഷമിക്കണേ, മോളോട്ട് എടുക്കുന്നതിന് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ലൈൻ ആയിരിക്കും, ഈ ഡോട്ടഡ് ലൈൻ. അതായത് മാർക്കറ്റ് ഇന്ന് എവിടെയാണോ ഓപ്പൺ ആയത് അതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇല്ലേ. ആ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ. അപ്പം എന്താ സംഭവിച്ചത്? ഇവിടെ ഫസ്റ്റ് ഈ സെക്കൻഡ് ക്യാൻഡിൽ വീണു, തേർഡ് ക്യാൻഡിൽ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ റീടെസ്റ്റ് പോലോ അല്ല ഒരു ഇൻഡിസിഷനിലായിട്ട് നമുക്കൊരു റിജക്ഷൻ ക്യാൻഡിലോടുകൂടെ ഒരു റെഡ് ക്യാൻഡിലൂടെ ഫോം ചെയ്തു ഇല്ലേ. അപ്പോഴും നമുക്ക് കൺഫർമേഷൻ ഇല്ല, മാർക്കറ്റ് മോളോട്ട് ഒന്നും യാതൊരു കൺഫർമേഷൻ ഇല്ല. അതിനുശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ വീണു, മോളിൽ നിന്ന് റിജക്ഷനോടുകൂടെ നമ്മളുടെ ഈ ട്രെൻഡ് ലൈനിന് താഴെ ക്ലോസ് ചെയ്തു ഇല്ലേ. ഞാൻ പറഞ്ഞു ഈ ട്രെൻഡ് ലൈനാണ് നമുക്ക് മെയിൻ സംഭവം. ഈ ട്രെൻഡ് ലൈനാണ് നമ്മുടെ മെയിൻ സാധനം. ഇതിന് മോളോട്ടോ താഴോട്ടോ, അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇന്നലെ പറഞ്ഞു. ഈ ട്രെൻഡ് ലൈന് മോളോട്ടോ താഴോട്ടോ, എങ്ങോട്ട് മാർക്കറ്റ് പോകുന്നു ആ വഴിക്ക് മാർക്കറ്റ് പോകുന്നു. ഞാൻ ഈ പദം തന്നെയാണ് ഉപയോഗിച്ചത്. ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, മോളോട്ടെങ്കിൽ മോളോട്ട്, താഴോട്ടെങ്കിൽ താഴോട്ട്, ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു അല്ലേ. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ നമ്മളുടെ ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെ ക്ലോസിങ് കിട്ടി
ഇല്ലേ? അപ്പോൾ ഇത്രയും സിനാരിയോ ഈ 3 ക്യാൻഡിലും കൂടെ നമ്മൾ ഒന്നിച്ച് പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഇവിടെ കൺഫർമേഷൻ ഇല്ലെങ്കിലും നിങ്ങളുടെ SL ഇതായിരിക്കും ഇല്ലേ? ഇവിടെ നമുക്ക് SL ഉണ്ട് കൃത്യമായിട്ട്. ഇതാ ഈ പറയുന്ന ഈ 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ടോപ്പായിരിക്കും നമ്മളുടെ SL ഇല്ലേ? ഈ SL വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ആ ട്രേഡ് പ്ലാൻ ചെയ്തവർക്ക് സുഖസുന്ദരമായിട്ട് കിട്ടി. ഇവിടം വരെ ഇവിടെ ഈ പോയിന്റ് 25 10 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കാര്യം കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പരിപാടി രാവിലെ കിട്ടുന്ന കൂടി പൊക്കോളാൻ ഞാൻ പലരെയും പറഞ്ഞു വിട്ടു. പക്ഷേ പറഞ്ഞു വിട്ടതിൽ പകുതി കൂടുതൽ ആൾക്കാർ പോയി. കുറച്ച് പേര് പിന്നെയും കറങ്ങി അടിച്ച് അവിടെ തന്നെ നിന്നു. അവസാനം മാർക്കറ്റിന് ഉള്ളതുകൂടെ കൊടുത്ത് നിർവൃതി അടഞ്ഞ് അവർ പോയി. ഞാൻ അത് ചോദിച്ചത് ഇപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഞാൻ നോക്കിക്കോട്ടെ. അതൊക്കെ രാവിലെ ഞാൻ വായിക്കുമായിരുന്നു. രാവിലെ കിട്ടിയതും കൊണ്ട് വീട്ടിൽ പോയത് 143 പേര് വീട്ടിൽ പോയി. അതേസമയം ആ കിട്ടിയ 143 ഏകദേശം 200 പേർക്കോളം രാവിലെ ഒരു 10 മണി ആയപ്പോഴത്തേക്കും ഒരു 200 പേർക്കോളം പ്രോഫിറ്റ് കിട്ടി. 200 പേർക്കോളം. ആ 200 പേർക്കോളം പ്രോഫിറ്റ് കിട്ടിയതിൽ 143 പേര് ഒരു ഗ്രൂപ്പിലെ കാര്യം പറഞ്ഞത്. 143 പേര് ആ കിട്ടിയ കാശും കൊണ്ട് വീട്ടിൽ പോയി. 58 പേര് അവിടെ നിന്ന് പിന്നെയും ചൊറിഞ്ഞ് തല കുറഞ്ഞ് അവിടെ ചുറ്റി വട്ടം കറങ്ങി നിന്ന് അവസാനം അങ്ങോട്ട് കൊടുത്തിട്ട് നിർവൃതി അടഞ്ഞ് അവർ ഗോവിന്ദ വരച്ച് പോയി ഇല്ലേ? ശരിയല്ലേ? അടുത്തവരോ? അടുത്ത ടീമുകളുടെ കാര്യം നോക്കുക. അടുത്ത ടീമുകൾക്കകത്തിലും അവരും ഏകദേശം 147 ഒരു 180 പേരോളം ട്രേഡ് ചെയ്തു. 180 പേർക്ക് രാവിലെ പ്രോഫിറ്റ് കിട്ടി. 180 പേർക്ക് രാവിലെ പ്രോഫിറ്റ് കിട്ടിയതിൽ അവർ പിന്നെ കുറച്ചുകൂടി മിടുക്കന്മാരാണ്. അവർ 133 പേര് ആ കിട്ടിയത് കൊണ്ട് അവർ വീട്ടിൽ പോയി. ബാക്കി 47 പേര് അവർ കറങ്ങി അടിച്ച് നിന്നു. അവസാനം തിരിച്ചു കൊടുത്തിട്ട് അവർ വീട്ടിൽ പോയി. അപ്പം ഞാൻ പറഞ്ഞൊരു താല്പര്യം, നിങ്ങൾ കഴിവതും കുറച്ച് സമയം മാത്രം ഇതിൻ്റെ മുന്നിൽ നിങ്ങൾ കുറച്ച് സമയം മാത്രം ചിലവഴിക്കാൻ ശ്രമിക്കുക. മിനിമം ടൈം മാക്സിമം പ്രോഫിറ്റ്. നിങ്ങൾ അങ്ങനെ ഒരു ചിന്താഗതിയിൽ വേണം മുന്നോട്ട് പോകാൻ. ഇപ്പം കഴിവതും രാവിലെ 10 മണിക്കോ 11 മണിക്കോ അകം മാർക്കറ്റ് നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ അതുകൊണ്ട് വെച്ചിട്ട് സിസ്റ്റം അടച്ചിട്ട് നിങ്ങളെ വഴിക്കിറങ്ങിപ്പോയി എന്തെങ്കിലും പണിക്ക് നിങ്ങൾ പോവുക. ഇതിന് മുന്നിൽ കുത്തിയിരിക്കുമ്പോഴാണ് ടെൻഡൻസി തോന്നുന്നത്. അപ്പോൾ ആ കാര്യം ഇതായിരുന്നു എല്ലാവർക്കും ഒരു ഡൗട്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് വരാം. ഇനിയിപ്പം മാർക്കറ്റ് എന്തുകൊണ്ട് വീണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് വീഴാൻ കാര്യം ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റ് വീഴാൻ കാര്യം. ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഗ്ലോബൽ റെഡാണ്. കാരണം മാർക്കറ്റ് രാവിലെ ഓപ്പൺ നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ത്യൻ മാർക്കറ്റിന് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ക്ലിയറാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിനെ ഫോളോ ചെയ്താണ് ഇന്നത്തെ ട്രേഡ് നടന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പം നമുക്കൊന്ന് നോക്കിയേക്കാം ഗ്ലോബൽ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം എടുത്ത് കാണിക്കാം. ഇവിടെ നോക്കിക്കേ. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പം നിലവിൽ പിന്നെ ഈ യൂറോപ്യൻ മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ് എല്ലാവരും നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയൊക്കെ ജർമ്മനിയൊക്കെ ഏകദേശം 185 പോയിൻറ്റ് ഡൗൺ, ഏകദേശം 1% അവർ ഡൗണിലാണ്. പിന്നെ ഇന്ന് നമുക്ക് ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഏഷ്യൻ മാർക്കറ്റ് നോക്കാം. ഏഷ്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ എല്ലാം ജപ്പാൻ ആണെങ്കിലും 2.58, പിന്നെ ഷാങ്ഹായി ആണെങ്കിലും പിന്നെ ഇതിലും കൂടുതലായിരുന്നു. പിന്നെ രാവിലെ 0.62 ഉള്ളായിരുന്നു. ചൈനയാണെങ്കിൽ 0.72, ഷാങ്ഹായി അത് പറയാം. ഹാങ്സങ് 448 പോയിൻ്റ് ഇടിഞ്ഞു. അപ്പം ഏഷ്യൻ മാർക്കറ്റ് മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ നമ്മുടെ മാർക്കറ്റ് പോയി. പിന്നെ ഉച്ച വഴിയായപ്പം പിന്നെ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പണായി, അവരും ഡൗൺ ആയിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും ടോട്ടൽ സെൻറ്റിമെൻറ്റ്സ് തന്നെ മാറി. അത് മാത്രമല്ല നമ്മുടെ യു എസ് ഫ്യൂച്ചറും രാവിലെ അവിടെ ട്രേഡ് ചെയ്തത് നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഡൗ ജോൺസ് ഓപ്പൺ ആയപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിരുന്നു. ഡൗ ജോൺസ് ഓപ്പൺ ആയപ്പോൾ 500 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. 500 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിൽ നിങ്ങൾ നോക്കിക്കേ. 500 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഇപ്പം ഡൗ ജോൺസ് ഓപ്പൺ ആയത്. അതിനുശേഷം ഇവിടുന്ന് തിരിച്ച് റിക്കവർ ഇവിടെയായിരുന്നു ഓപ്പണിങ്. ഇത് ഫ്യൂച്ചറല്ലേ, ഇതാ നോക്കിക്കണ്ടോ. 500 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം തിരിച്ച് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പം 386-400 റേഞ്ചിനടുത്തേക്ക് 500 പോയിൻ്റായിരുന്നു ഗ്യാപ്പ് ഡൗൺ. അപ്പം മൊത്തത്തിലെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സും US മാർക്കറ്റ് എല്ലാം ഒരു നെഗറ്റീവാണ്. നാസ്ഡാക്ക് നോക്കിയാലും നാസ്ഡാക്കും ഏകദേശം 450 പോയിൻറ്റിനടുത്ത് ഡൗൺ ആണ്. മറ്റേത് നോക്കിക്കേ,
പുള്ളിയും ഗ്യാപ് ഡൗൺ ആണ് 450 പോയിൻറ്റ്. അപ്പോൾ ഇതൊക്കെ IT സെക്ടറിനെ ബാധിക്കും. ഈ നാസ്ഡാക്ക് എന്ന് പറയുന്നത് IT സെക്ടറാണ് കൂടുതലും അതിനകത്തിലെ മെജോറിറ്റി. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു പ്രശ്നവും പ്രശ്നം മുഴുവനുള്ളത് ഗ്ലോബലി US മാർക്കറ്റിനാണ് പ്രശ്നം. അപ്പം അവരെങ്ങോട്ട് പോകുന്നു ആ വഴിക്ക് കൂടാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ തൽക്കാലം നമുക്കൊന്നും ചെയ്യാനില്ല. ഗ്ലോബലി ന്യൂസുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക, ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ രാവിലെ പറഞ്ഞല്ലോ, മാർക്കറ്റ് എങ്ങോട്ട് പോകും നമുക്ക് കൃത്യമായിട്ടൊരു എന്താ പറയുന്നത് ഒരു വ്യൂ ഇപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിലെ ഒരു വ്യൂ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? കാരണം ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് അങ്ങനെ നിൽക്കണം, ഏത് നിമിഷവും മാറി ഈ പറയുന്ന ഒറ്റ ട്വീറ്റിൽ ഇപ്പോൾ ഇന്നലെയാണ് ഒരു കാരിക്കേച്ചർ അയച്ചു തന്നു. അതായത് പണ്ടൊക്കെ നമ്മൾ ഫണ്ടമെൻ്റലും ചാർട്ടും ഒക്കെ നോക്കിയാണ് നമ്മുടെ ട്രെൻഡ് തീരുമാനിക്കുന്നത്, മാർക്കറ്റ് പോകുന്നത്. ഇപ്പം ട്രംപിൻ്റെ വായിൽ ഒറ്റ വാക്കിന് പുറത്താണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. തമാശ കിട്ടാണല്ലോ, സത്യമല്ലേ ആ കാര്യം. ഇപ്പം ഒറ്റ വാക്കുകൊണ്ട് തന്നെ ഇന്നലെ 2 ട്രില്യൺ കണ്ടില്ലേ, $2 ട്രില്യൺ ഒറ്റ ഡയലോഗിൽ പോയത്. അതിനുശേഷം തിരിച്ച് പറഞ്ഞപ്പോൾ അതിൽ പകുതി റിക്കവർ ചെയ്ത് ഇപ്പോൾ വീണ്ടും അത് പഴയ പൊസിഷനിൽ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. പിന്നെയും പഴയ പോലെ തന്നെ മാർക്കറ്റ് ഇടിയാൻ തുടങ്ങി. അപ്പം ഇത് സത്യം പറഞ്ഞാൽ മാനിപ്പുലേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പെട്ടുപോകാതെ നമ്മൾ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു ആ സെൻറ്റിമെൻറ്റ്സിൻ്റെ കൂടെ അവിടെയാണ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു ആ രീതിയിൽ നമ്മൾ പോവുക. അതിൻ്റെ കൂടെ തന്നെ പ്രൈസ് ആക്ഷൻ കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയ പ്രോഫിറ്റ്, വലിയ പ്രോഫിറ്റുകളില്ല, ആ ചെറിയ ഗ്യാപ്പിൽ നമുക്ക് കിട്ടുന്ന അവസരം 10, 15, 20 പോയിൻറ്റ് നമ്മൾ മുതലാക്കുക എന്നുള്ളതേ. അങ്ങനെ വേണം നമ്മൾ മാർക്കറ്റ്. അല്ലാതെ കൃത്യമായി ഇന്ന് ഞാൻ C മാത്രമേ എടുക്കത്തുള്ളൂ, ഓക്കെ എന്നാൽ C അങ്ങനെ അന്ന് പറഞ്ഞ് കടുംപിടുത്ത് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പോക്കറ്റിലെ കാശ് മുഴുവൻ അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാന്നുള്ളതല്ല, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു ആ വഴിക്ക് പോവുക. അപ്പോൾ ഇപ്പം നമുക്കിനി ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ചാൽ 25,000 25,000 വീണ്ടും ഒരു ക്രൂഷ്യൽ ലെവലായിട്ട് വന്നേക്കാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് കളയാൻ പറ്റത്തില്ല. ഞാൻ വേറെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്താൽ ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഡേ ക്യാൻഡിൽ അല്ലേ, നമ്മുടെ ഡേ ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വീണ്ടും ഈ പറയുന്ന ആ ഷോൾഡറിൻ്റെ അവിടെ വന്ന് ക്ലോസ് ചെയ്ത് മാർക്കറ്റ്. ആക്ച്വലി നമ്മളിത് വലുതാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് വിട്ടേ കുഴപ്പമില്ല. എങ്കിലും ഈ ഇതിവിടെ ഇപ്പോൾ ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാവും ഇതെന്താ സംഭവം. ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, ബെയറിഷ് ആണ്. ഈ രണ്ട് ക്യാൻഡിലിനെ വിഴുങ്ങത്തക്ക രീതിയിലുള്ള ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞേ? അപ്പം ഇത് നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ കണ്ടറിയണം കോശി. കാരണം ഈ രണ്ട് ക്യാൻഡിലിനെയും വിഴുങ്ങത്തക്ക രീതിയിലുള്ളൊരു ക്യാൻഡിൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നാളെ ഇതിനകത്തിൽ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിരിക്കണം. ഈ ഷോൾഡറിൻ്റെ മുകളിൽ നമുക്കിവിടെ വരച്ചിട്ടുണ്ട് ഓൾറെഡി. ഈ ഷോൾഡറിൻ്റെ മുകളിൽ 25, 145, 154 അതാണ് നമ്മുടെ വര. 25, 154 നമ്മുടെ വര. ക്ലോസ് ചെയ്തേക്കുന്നത് 145 ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നാളെ ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ഈ പറയുന്ന 154 മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി പറഞ്ഞേ? ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും തിരിച്ച് താഴോട്ട് ട്രെൻഡ് ലൈനിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചാണ്. പിന്നെ എപ്പോഴും പറഞ്ഞ് വിരസം ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ നാളത്തെ ഇന്നിപ്പോൾ ബെയറിഷ് എൻഗൾഫിംഗ് ആണ്, സംഭവം നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ നാളെ ഇതിൻ്റെ ചൂട് പിടിച്ച് നേരെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നാളെ ക്ലോസിങ് ഈ ഡേ വൈസിൽ 25, 154 താഴെയാണ് ക്ലോസിംഗ് എങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരും. ഓക്കെ, വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുക. അപ്പോൾ ആ ഭാഗം ഞാൻ കളഞ്ഞു. അത് കഴിഞ്ഞല്ലോ, ഡേ ക്യാൻഡിലിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായല്ലോ, അത് പോട്ടെ. അപ്പം നമുക്കിനിയിപ്പം 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വരാം. നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ നാളെ ഇനി എന്താണ്? നാളെ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഡോട്ടഡ് ലൈൻ കണ്ടല്ലോ, ഇത് 25,000 ആണ്. 25,000 നമ്മൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. എന്ത് ചെയ്യും, എല്ലാം പോയോ? കണ്ട ഇവിടെ കിടപ്പുണ്ട് 25,000. സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഇത് നമ്മുടെ തലവര. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടുള്ള 25,000 സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നോക്കുക. 25,038 നമുക്കിവിടെ ഉണ്ട് ഓൾറെഡി.
ഓക്കെ, ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെന്നാണ് സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്ന് തിരിച്ച് കയറുമെന്ന് നോക്കുക. ഇല്ലെങ്കിൽ മെയിൻ സംഭവം ഈ 25,000K ആണ്. സൈക്കോളജിക്കാണ്, അത് സപ്പോർട്ടല്ലത്, സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഓക്കെ, 25,000K എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലൊരു നമ്പർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ക്രൂഷ്യലായിട്ടുള്ള ലൈനാണ് 24,954. ഇത് നമ്മുടെ തലവരെയാണ്, ഞാൻ പണ്ടേ വരച്ചിട്ടേക്കുന്ന സാധനമാണ്. ഇത് ബ്രേക്ക് ചെയ്താൽ കളി മാറും. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്താൽ കളി മാറും. വേറെ ഒന്നും പറയാനില്ല. മുകളിലോട്ടാണെങ്കിൽ നമുക്ക് ഓൾറെഡി വരകളെല്ലാം മുകളിലോട്ട് കിടപ്പുണ്ട്. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വര നമ്മുടെ ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. പക്ഷേങ്കിൽ നാളെ ഗ്യാപ് ഡൗണോട് ഓപ്പൺ ചെയ്യുകയാണ്, തിരിച്ച് റിക്കവർ ചെയ്യുന്നുണ്ട്, ഡൗ ജോൺസ് റിക്കവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിലൊരു പോസിറ്റീവ് മൊമെൻറ്റം വന്നാൽ നമുക്ക് ട്രെൻഡ് ലൈൻ അവിടെ ഉണ്ട്. ഇല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഈ 25,030 ശ്രദ്ധിക്കുക. 25,000 സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നോക്കുക. ഇല്ല, ഇവിടെ ഈ രണ്ട് പിടുത്തവും വിട്ട് കഴിഞ്ഞാൽ 25,954 ഇത് വളരെ ക്രൂഷ്യലായിരിക്കും. ഇവിടെ എന്ത് സംഭവിക്കുന്നത് നോക്കി ഇവിടുന്ന് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മുകളിലോട്ട് ട്രേഡ് നോക്കാം. ഇല്ല താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് നോക്കാം. ഇതാണ് നിലവിൽ ഇതിനകത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ്സോ ഇല്ല. നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റയൊക്കെ വന്നത് നല്ല സൂപ്പർ ഡേറ്റയാണ്, നല്ല സൂപ്പർ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് നമുക്ക് വന്നത്. എല്ലാം വളരെ കുറവാണ്, വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഗ്ലോബലി ഇങ്ങനൊരു സെൻറ്റിമെൻറ്റ്സ് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം എന്താ പറയുന്നത്, ഒരു കാര്യവും ഇല്ലാതായിപ്പോയി. ഇല്ലെങ്കിൽ ഇതൊക്കെ ഈ ഡേറ്റയൊക്കെ വെച്ച് നമ്മൾ പറക്കേണ്ടതാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് യോഗമില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്തത് ബാങ്ക് നിഫ്റ്റി എന്ന് പറയാനുള്ള, ബാങ്ക് നിഫ്റ്റി ഇന്ന് വീക്കായിരുന്നു. ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ നാളുകളായിട്ട് നമ്മൾ വരച്ച ഒരു ലൈനകത്ത് ഈ ബോക്സിനകത്ത് കടന്ന് കളിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഇത് എങ്ങോട്ടെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു വിടുതലുണ്ടാകത്തുള്ളൂ. എങ്ങോട്ടെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ ഇതിനൊരു എന്താ പറയുന്നത്, ഒരു സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഇതിനകത്ത് കിടന്ന് ഞെങ്ങി ഇതിനകത്തിൽ കിടക്കുക. ഇനിയിപ്പോൾ വരണം ഇന്നിപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു, ഇന്നാണ് നാളെയാണ് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ ആഴ്ചകളിൽ HDFCയുടെ ഒക്കെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഭാഗം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുക. അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സാധനമാണ് മിഡ് ക്യാപ്പ്. എല്ലാവരും എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്, സാർ ഇന്ന് മിഡ് ക്യാപ്പിനെ പറ്റി വളരെ വിശദമായിട്ടൊന്ന് സംസാരിക്കണമെന്ന്. മിഡ് ക്യാപ്പിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് 13,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടുണ്ട്. ഇവിടെ ഇപ്പം നിലവിൽ ഇതാ നോക്കിക്കുക, മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ വരച്ച 13,020 എന്ന് പറഞ്ഞ ഒരു നമ്പറിൻ്റെ അവിടെ വന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നല്ലൊരു ഫോള് കിട്ടി. കാരണം ഫോള് കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഡ് ക്യാപ്പിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇന്നലെ BSE 5% കയറി. അതിൻ്റെ ഒരു പെർഫോമൻസാണ് ഇന്നലെ മറ്റൊരു വീക്കായിട്ട് ഇവൻ പറന്ന് കയറിയത്. പക്ഷേ ഇന്ന് അത്ര വലിയ സംഭവങ്ങളൊന്നും മാർക്കറ്റിൽ കണ്ടില്ല. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു ന്യൂസ് വന്നത് ഈ BSEക്ക് നെഗറ്റീവായിട്ട്, ഇന്നലെ പോസിറ്റീവായിട്ടുള്ള ന്യൂസും മറ്റേ വീക്കിലി അത് മാറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു എല്ലാം റൂമറാണ്. വീക്കിലി എക്സ്പയറി മാറ്റുന്നില്ല, അതിനെപ്പറ്റി തീരുമാനമൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് CDSലും BSE ഒക്കെ ഇന്നലെ പറന്നത്. ഓക്കെ, അപ്പോൾ തന്നെ വേറൊരു നെഗറ്റീവ് ന്യൂസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇച്ചിരി നീണ്ടു പോകുന്നുണ്ട് കേട്ടോ, 20 മിനിറ്റായി. വേറൊരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പിന്നെ ഞാൻ ആ നമ്പർ അങ്ങ് മറന്നുപോയി, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ധാരാളം അൺവൈൻഡ് ചെയ്യുന്നു, അതായത് ധാരാളം ക്യാൻസൽ ചെയ്യപ്പെടുന്നു എന്നൊരു വാർത്ത. അതായത് പാർട്ടിസിപ്പൻസ് കുറഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പൻസ് കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല രീതിയിൽ കുറയാൻ, ആ പെർസെൻറ്റേജ് ഞാനങ്ങ് മറന്നുപോയി, നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ അത് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ പറഞ്ഞ CDSലിൻ്റെയും BSEയുടെയും അതുപോലെ തന്നെ ബ്രോക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രോക്കർ ഏഞ്ചൽ 1 പിന്നെ IIFL ഇവരൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ വരുമാനം കുറയും. നമ്മളുടെ ബ്രോക്കറേജ് ആണല്ലോ ഇവരുടെ വരുമാനം, ശരിയല്ലേ? പാർട്ടിസിപ്പൻസ് നമ്മുടെ റീറ്റെയിലേഴ്സ് ഓരോരുത്തരും ചെയ്യുമ്പോൾ അവരോരോ ട്രേഡ് ചെയ്യുമ്പോൾ 20 രൂപ അല്ലെങ്കിൽ 30 രൂപ അതിൻ്റെ ടാക്സും ബ്രോക്കർ എല്ലാം കിട്ടുന്നില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നല്ലപോലെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇവരുടെ വരുമാനത്തെ ബാധിക്കും എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്ക് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലായിരിക്കണം ഇതിന് ചെറിയൊരു ഇടിവെന്ന് സംഭവിച്ചത്. വേറെ അവിടെ വലിയ പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും നാളെ നിങ്ങൾ മിഡ് ക്യാപ്പ് ഒന്ന് വാച്ച് ചെയ്യുക. ഇതിനകത്തിൽ ഇന്ന് പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല റിസൾട്ടാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നാളെ ഈ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം നാളെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം പെർഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരതിൻ്റെ കൂടെ പെർഫോം ചെയ്യും? കോഫോർജ് അതിൻ്റെ കൂടെ പെർഫോം ചെയ്യും.
മനസ്സിലായോ? അപ്പോൾ ഇവന്മാർ 2 പേരും കൂടെ വിചാരിച്ചാൽ നമുക്ക് മിഡ് ക്യാപ്പിനെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ BSE ഒന്ന് ന്യൂട്രലായിട്ട് എന്ന് വെച്ചാൽ മതി. നെഗറ്റീവും കാണിക്കണം, പോസിറ്റീവും കാണിക്കണം, അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്പ് സൈഡ് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഡിക്സണും ഇന്ന് ഇടിവിന് പ്രധാനപ്പെട്ട കാരണം ഡിക്സൺ കൂടാണ്. ആ ഡിക്സൻ്റെ ന്യൂസ് എന്തുവാന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിലും കൂട്ടത്തിൽ എല്ലാവരും പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോയതായിരിക്കും. പിന്നെ ഡിക്സൺ വീഴുവാണെങ്കിൽ മിനിമം 500, കയറുവാണെങ്കിൽ മിനിമം 500, ആ രീതിയിലാണ് ഡിക്സൻ്റെ പരിപാടി. അപ്പം അതുകൂടെ നമ്മൾ നോക്കുക. അപ്പം നാളെ ഈ പറയുന്ന സ്റ്റോക്കുകളെയൊക്കെ നിങ്ങളത് വാച്ച് ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെർസിസ്റ്റൻസ് സിസ്റ്റം, കോഫോർജും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഈ BSEയെയും ഈ ഡിക്സനെയും കൂടെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇവരുടെ മൂവ്മെൻറ്റ് എങ്ങോട്ട് ആണോ പോകുന്നത് ആ വഴിക്കായിരിക്കും നമ്മുടെ മിഡ് ക്യാപ്പ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു സ്ട്രോങ് സപ്പോർട്ടിലാണ് വന്ന് നിൽക്കുന്നത്, 13.020. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒന്ന് നോക്കിക്കോട്ടെ, 13.020. പിന്നെ നമുക്കുള്ളത് 12,915. അപ്പോൾ ഇങ്ങോട്ടെങ്ങാനും താഴോട്ട് ഇറങ്ങി നാളെ ഗ്യാപ് ഡൗൺ ഒക്കെ സംഭവിച്ച് 12,915 എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് തിരിച്ച് മേലോട്ടൊരു ട്രേഡ് നോക്കാം. പ്രൈസ് ആക്ഷൻ പ്രകാരവും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള വകുപ്പ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പം വാച്ച് ചെയ്യുക എന്താണ് സംഭവിക്കുന്നത്. ഈ സ്റ്റോക്കുകളൊക്കെ നോക്കുക. സ്റ്റോക്കുകൾ നോക്കിയിട്ട് ആ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണ്. ഗ്യാപ് ഡൗൺ ആയാലും ഇവർ പെർഫോം ചെയ്ത് മാർക്കറ്റിനെ മേലോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലെവലുകളിലൊക്കെ അത് തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് വാച്ച് ചെയ്യുക. അങ്ങനെ തിരിച്ച് കയറുവാണ് തിരിച്ച് 13,235 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, സമയം ഒത്തിരി നീണ്ടുപോയി. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം മാർക്കറ്റിൻ്റെ ട്രെൻഡിനൊത്ത് പോവുക, അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല. നിലവിലിപ്പം ഇപ്പോഴും നമ്മുടെ ഡൗ ജോൺസ് എത്രയാണ്, 300 പോയിൻ്റ് ഇപ്പോഴും ഡൗണിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നാളെ നമുക്ക് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ രാത്രി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനിയും അണ്ണൻ്റെ വായിൽ നിന്ന് എല്ലാം വീഴുവാണെന്നുണ്ടെങ്കിൽ കൂനിമേ കൂരി പോലെ അതും നമുക്കൊരു പണിയായിട്ട് വരും. എന്തായാലും രാവിലെ നമുക്ക് നോക്കാം. കാരണം പഴമക്കാർ പറയുന്ന പോലെ പിന്നെ തലയ്ക്ക് മീതെ വെള്ളം പൊങ്ങിയ അതിന് മേലെ തോണി ഇറക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് റീറ്റെയിലേഴ്സിന് അത് മാത്രമേ ചെയ്യാൻ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലേ? വെള്ളം പൊങ്ങി അതിൻ്റെ മുകളിൽ നമുക്ക് തോണി ഇറക്കി അതിൻ്റെ അത് മണ്ടയ്ക്ക് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സേഫായിട്ട് ഇരിക്കുക, അങ്ങനെ സേഫ് സോണിൽ മാത്രം നിന്ന് കളിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.